എസ്ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവോത്ഥാന നായകരും പ്രധാന കൃതികളും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക്. ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം PSC ചോദിക്കാറുണ്ട്. 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ആത്മോപദേശ ശതകം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ആത്മോപദേശ ശതകം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന വരികൾ കാണപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. സെൻറ്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നടരാജ ഗുരുവാണ്. ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി സെൻറ്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നടരാജ ഗുരു. ജാതിമീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മഹത്വചനം കാണപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ജാതിമീമാംസ. ജനനി നവമഞ്ജരി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ജനനി നവമഞ്ജരി. ഈ കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് തൈക്കാട് അയ്യയ്ക്കാണ്. തൈക്കാട് അയ്യയ്ക്ക് ശ്രീനാരായണ ഗുരു സമർപ്പിച്ച കൃതിയാണ് ജനനി നവമഞ്ജരി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി നവമഞ്ജരി. നവമഞ്ജരി എന്ന് പറയുന്ന കൃതി ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ജരി. അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃതം കൃതികൾ ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബരാഷ്ടകം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 സംസ്കൃതം കൃതികളാണ് ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബരാഷ്ടകം. അതുപോലെ ശ്രീനാരായണ ഗുരു തമിഴിൽ എഴുതിയ കൃതിയാണ് തേവാര പത്തിങ്കൽ. അദ്ദേഹം ഒരേ ഒരു കൃതിയാണ് തമിഴിൽ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ തമിഴ് കൃതിയാണ് തേവാര പത്തിങ്കൽ. നെക്സ്റ്റ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. വേദാധികാര നിരൂപണം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വേദാധികാര നിരൂപണം. തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് മഹാഭാഗ്യം. ഈ കൃതിയെക്കുറിച്ച് വിവേകാനന്ദനാണ് ഇങ്ങനെ പറഞ്ഞത്. വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് മഹാഭാഗ്യം. അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. മനുഷ്യൻ്റെ ആദ്യ ഭാഷ തമിഴാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി ആദിഭാഷ. മനുഷ്യൻ്റെ ആദ്യത്തെ ഭാഷ തമിഴാണ് എന്ന് പറയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചത് സവർണർക്കു വേണ്ടിയാണ് എന്നുള്ള വാദത്തെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് പ്രാചീന മലയാളം. സവർണർക്ക് വേണ്ടിയാണ് കേരളം ഉണ്ടാക്കിയത് എന്നുള്ള വാദത്തെ എതിർത്തുകൊണ്ട് എഴുതിയ കൃതി പ്രാചീന മലയാളം. ക്രിസ്തു മതപ്രവർത്തനങ്ങളെയും മതപരിവർത്തനങ്ങളെയും എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ക്രിസ്തുമതത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ മതപരിവർത്തനം എന്നിവയെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയതാണ് ക്രിസ്തുമത നിരൂപണം. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, അതുപോലെ തന്നെ കേരളത്തിലെ ദേശനാമങ്ങൾ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപം എന്ന കൃതിയെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിക്ക് വിരുദ്ധമായിട്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. PSC ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ ബാക്കി നവോത്ഥാന നായകന്മാരും അവരുടെ പ്രധാന കൃതികളും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ.